ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ ഗൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവരും ചോദിച്ച് ആവശ്യപ്പെട്ട വീഡിയോ ആണ്. എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ. നമ്മൾ ഒരു വട്ടം മോർണിംഗ് റൊട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഒന്നും കൂടെ എല്ലാവരും ഒന്ന് കൺഫ്യൂഷനൊക്കെ മാറ്റി എന്താണ് ചെയ്യുന്നത്. കുറെ ആൾക്കാർ, കുറെ ഗേൾസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിമ്പിൾസ് എങ്ങനെയാ പോകുന്നതെന്നും പിന്നെ അല്ലാതെ എങ്ങനെ സ്കിൻ കെയർ പിന്നെ എങ്ങനെ ഗ്ലോ കിട്ടാനുള്ള എന്തെങ്കിലും ടിപ്സ്, പിന്നെ അതിന്റെ ഒരു വീഡിയോ ആണ് പിന്നെ കുറച്ച് എന്റേതായിട്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും പറഞ്ഞുതരാം. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് ഓൺലി ഫോർ ഗേൾസ് ആണ്. അപ്പം പെടുന്നവർക്ക് പെടും. എന്തായാലും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പറയാം. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ തരാം. ഓക്കെ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. നടക്കട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ബേസിക് ആയിട്ട് ഞാനൊരു കാര്യം, ഫോൺ എവിടാ? അപ്പുറത്ത് ടിവിയുടെ അവിടെ നോക്ക്. ഗൈസ്, മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാരും ലൈവിൽ എന്നോട് ചോദിച്ച കാര്യമാണ് എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ മുഖം ഗ്ലോ ആയിട്ടിരിക്കുന്നത്, എങ്ങനെ ഗ്ലോ ആക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ ഒന്നും മുഖത്തിട്ടിട്ടില്ല, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകി കളഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്റെ റിയൽ ഫേസ് ആണ്. ഇതൊന്നും ഇട്ടിട്ടില്ല, ഒരു സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എവിടെ ഒന്നോ നിർത്തിയെന്തോ ഗൈസ്. അപ്പം നിങ്ങൾക്കൊരു ഗ്ലോ വേണം, സ്കിന്ന് നന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തോളൂ. എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഗ്ലോയിങ് കിട്ടും. അതിന് ഏത് ഡ്രൈ സ്കിന്നോ ഏത് സ്കിൻ ടൈപ്പ് ആയാലും പ്രശ്നമില്ല. ഏത് ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും ഫെയർ ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല. എവിടെയെങ്കിലും പോവാന്നോ? അപ്പൊ നിങ്ങള് പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. വല്ലപ്പോഴും എന്തെങ്കിലും വാങ്ങി തേച്ചെടുത്ത് വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്താലൊന്നും കിട്ടത്തില്ല. റെഗുലർ ആയിട്ട് സ്കിൻ കെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോയിങ് ആൻഡ് സൂപ്പർ സ്കിന്ന് കിട്ടും, ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ടീനേജേഴ്സിനായാലും 20s കഴിഞ്ഞ ആൾക്കാരായാലും ബോയ്സോ ഗേൾസോ ആരും ആയിക്കോട്ടെ, ഇപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ള പ്രോപ്പർ സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ സ്കിൻ കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്യൂട്ട് ആവുമെന്ന് അറിയത്തില്ല. എൻ്റെ ഡ്രൈ സ്കിന്നുകാർക്ക് സൂട്ട് ആവും കേട്ടോ. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, നല്ല ഡ്രൈ സ്കിന്നാണ്. ചില സമയങ്ങളിൽ ഈ ചൂട് വരുന്ന സമയത്താന്ന് തോന്നുന്നു കുറച്ച് സെൻസിറ്റീവ് ആവാറുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ഡ്രൈ ആണ് എൻ്റെ സ്കിന്ന്. ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് വരുമ്പോൾ തന്നെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മുറുകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറാണ്. ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ടോണർ ഇല്ലെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ടീനേജർ ആണെങ്കിൽ പോലും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാതെ പോകരുത്. അതൊരു ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് റൈസ് സെറാമൈഡ്, ഇതാണ്ടേ ഫേസ് ഷോപ്പിന്റെ ആണ്. ഒരു റൈസ് സെറാമൈഡ് ഈ സാധനം ടോണറാണിത്. ഇത് ഞാൻ കുഞ്ഞു ബോട്ടിലാണ്, 70 ml കുഞ്ഞൊരു ബോട്ടിലാണ് ഞാൻ വാങ്ങിയത്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് വലിയ ബോട്ടിൽ എന്നെ കിട്ടും, അത് യൂസ് ചെയ്തിട്ട് പണി കിട്ടി എന്ത് ചെയ്യും, വെറുതെ എന്റെ കാശ് പോകത്തേ ഉള്ളൂ. ഞാൻ ചെറിയ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇപ്പോ ഇപ്പൊ ഞാൻ വാങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 മാസമായി കാണും. 2 മാസം ഇത്രേ തീർന്നിട്ടുള്ളൂ. ഇനി ഇത്രേ ഉണ്ട്. അപ്പൊ ഞാൻ രാവിലെയും രാത്രിയാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല വെള്ളം പോലെ ഇരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോ ഡ്രൈ സ്കിന്നുകാർക്ക് ഇതൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ടോണറാണ് ഗൈസ്. ഇത് ഫേസ് ഷോപ്പിന്റെ ആണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. ഇവിടെ ഞാൻ താഴെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്, അതിൽ നോക്കിയാ ചെയ്യുന്നത്. ഓക്കെ, അത് നോക്കിയിട്ടാ ഞാൻ ചെയ്യുന്നത്.
ഓക്കെ, ഞാൻ ആദ്യം ഈ സിറംസ് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഫസ്റ്റ് എനിക്കത് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ടോണർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന കണക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ ഒന്ന് നനഞ്ഞ സ്കിന്നിൽ വേണം ചെയ്യാൻ. മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് ആ ഒരു നനവില്, ചെറിയ നനവ്, ആ ഒരു ചെറിയ നനവില് തന്നെ ഇത് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ടോണർ. ഈ ടോണർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വേറെ ഞാൻ ഡ്രൈ സ്കിന്റെ ടോണി മോളിയുടെ ഒക്കെ ഒരു വലിയ ബോട്ടിലുണ്ട്, അതൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ഇത് ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ നിങ്ങൾ ഇത് വാങ്ങുവാണെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ ആദ്യമായി യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, എന്നിട്ട് മാത്രം വലിയ ബോട്ടിൽ വാങ്ങാം. അപ്പൊ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇതൊരു അടിപൊളി സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങ, ഈ ഒരു നന ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്ക് അടുത്തത് അപ്ലൈ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടോണർ അപ്ലൈ ചെയ്തൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 2 മോയ്സ്ചറൈസർ ആണ്. കാരണം ഒരു ടൈമിൽ 2 എന്നല്ല, ഞാൻ കാരണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, മാറിയും തിരിഞ്ഞ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 എണ്ണമാണ്. ഒന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുള്ളൊരു എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ്. 2 സെറ്റാഫിലിന്റെ ആണ് ഇത്. 2 ഇതുപോലത്തെ, ഇത് എത്ര ml? 100 ഗ്രാമിന്റെ ആണ്. ഇതിന്റെ ഒരു 1000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ചെറിയൊരു ഡെപ്പയ്ക്കകത്ത് കിട്ടും. അതൊരു 2-3 മാസം നിൽക്കും തോന്നുന്നു. ഞാൻ ഈ ഒരു ഇതാണ് എടുത്തത്. ഇത് എത്ര 600 സംതിങ് ഉണ്ടാന്ന് തോന്നുന്നു ഇതിന്റെ വില. ഓക്കെ, അപ്പോൾ ദാണ്ടെ ഈ ഒരു സെറ്റാഫിലിന്റെ ആണ്. ഇത് എനിക്കൊരു ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത സാധനമാണ്. എനിക്ക് ഒരു എത്ര പഠിക്കുമ്പോഴാണ്, ഒരു 10ാണ്ട് പഠിച്ചപ്പോൾ നല്ല ഡ്രൈ ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കണ്ടപ്പം അവിടുന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്താൽ ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. അന്ന് മുതൽ ദാണ്ടെ ഇപ്പൊ വരെ ഞാൻ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സാധനമാണ് ഈ ഒരു സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ. അപ്പോ ദാണ്ടെ അടിപൊളിയാണ്. പിന്നെ വേറൊന്ന് ഉണ്ട്, ഇതും ഫേസ് ഷോപ്പിന്റെ ആണ്. ദാണ്ടെ ഒരു കുഞ്ഞ് മിനി സാധനം. അപ്പോ ഇതും അടിപൊളിയാണ്. ഇതും ഡ്രൈ സ്കിന്നിന് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. സോറി, ഞാൻ പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ ബ്യൂട്ടിയുടെ ഇത് അങ്ങനെ അധികം അങ്ങനെ എടുക്കാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ പറയുമ്പോൾ എനിക്കിങ്ങനെ ഞാൻ പറയുന്നത് തന്നെ റിപ്പീറ്റ് പറഞ്ഞു പോകുന്നപോലെ തോന്നുന്നുണ്ട്. ഇതിനകത്തൊരു ഇത് ഞാൻ 2ാമത് വാങ്ങിച്ചതാണേ. ഈ ഒരു ഇത് 2ാമത്തെ ബോട്ടിലാണ്. ഞാൻ ഇത് പൊട്ടിക്കുന്നേയുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ആ ഒരു ടെക്സ്ചർ ദാണ്ട് ഇതുപോലെ ഇരിക്കും ഗൈസ്. ദാണ്ട് നല്ല ക്രീമി പോലെ, നല്ല രസമുണ്ട് കാണാൻ. ദാണ്ട് ഇതുപോലെ ഒരു ക്രീമി പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത് ദാണ്ട് ഈ ഫേസ് ഷോപ്പിന്റെ ഇതാണ്. ഇതിപ്പോ 2ാമത്തെ എന്റെ ബോട്ടിലാണ്. ഇത് നല്ല രസം, ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ എന്താ പറയാ, അത് യൂസ് ചെയ്തവർക്ക് അറിയാം. നല്ല രസമാണ് ഇത് മുഖത്ത് യൂസ് ചെയ്യാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മുഖത്ത് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ നല്ല മെഴമെഴാന്നിരിക്കും, നല്ല സോഫ്റ്റ് ആവുന്ന കണക്ക് തോന്നും നമ്മുടെ മുഖമൊക്കെ. അപ്പം ഞാൻ ഒന്നെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ സെറ്റാഫിൽ തന്നെ യൂസ് ചെയ്യും. ചില ദിവസം ഈ ഫേസ് ഷോപ്പിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ചെയ്യും. ഇതിന്റെ തന്നെ ഞാൻ നേരത്തെ ടോണർ യൂസ് ചെയ്തത്, സോറി ബാക്ക്ഗ്രൗണ്ടിൽ കോഴി കൂവുന്നുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഇതിന്റെ ടോണർ വരുന്നത് ഇതുപോലെ ഒരു വെള്ളം പോലെ വരുന്നത്. ഇത് വരുന്നത് നല്ലൊരു ക്രീമി പോലെ. കണ്ടോ, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കണ്ടോ ടോണർ മോയ്സ്ചറൈസർ തമ്മിൽ. അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാന്നെന്ന് വെച്ചാൽ ഇത് ഞാൻ എന്റെ മിക്ക വീഡിയോസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ പുതിയ പ്രോഡക്റ്റ് കാണിക്കാന്ന് വിചാരിച്ചിട്ടാ അത് ചെയ്യാനതേ. ഇത് നല്ല ക്രീമിയാണ്, നല്ല രസമാണ്. ഒരു ചെറിയ
എന്തോ ഒരു ചെറിയൊരു സ്മെല്ലുണ്ട് ഇതിന്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന എല്ലാം കഴുത്തിലോട്ടും കൂടെ അപ്ലൈ ചെയ്യണം. നീ കുറച്ച് നാൾ കഴിയുമ്പം എന്താ പറയാ, നമ്മുടെ കഴുത്തൊക്കെ ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഏജ് ഓവർ ആകുമ്പോഴത്തേക്ക് കഴുത്തൊക്കെ ഒന്ന് ചുളുങ്ങിയിരിക്കുമ്പം ഇരിക്കും, അതൊരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപോലെ നല്ല ഇതായിട്ടിരിക്കും, സൂപ്പറായിട്ടിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് സ്യൂട്ടാവും. പിന്നെ സെൻസിറ്റീവ് ഇത് കൊള്ളാൻ തോന്നും. ഫേസ് ഷോപ്പ് സെൻസിറ്റീവ് സ്കിന്നും കൊള്ളാൻ തോന്നും. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നല്ല നല്ല മെഴമെഴാന്നിരിക്കുകയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടേ, നോക്കൂ നല്ല മെഴമെഴാന്നിരിക്കും, നല്ല രസമുണ്ട്. ഒരു ചെറിയൊരു മണമുണ്ട്, ഭയങ്കര വലുതായിട്ടൊന്നല്ല, ചെറിയൊരു മണം. അപ്പോൾ രണ്ടാമത് ഞാൻ ആദ്യം ടോണർ അപ്ലൈ ചെയ്തു, രണ്ടാമത് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു, മൂന്നാമത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്, സൺസ്ക്രീൻ. ഓക്കെ, ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ ഈ ഒരു ഡെർമാക്കോയുടെ ഓറഞ്ച് കളറിലെ ഹൈലറോണിക് സൺസ്ക്രീൻ അക്വ ജെൽ. ഈ ഒരു ഓറഞ്ച് പാക്കേജിൽ വരുന്ന ഈ ഒരു സാധനമാണ്. ഇത് വന്നിട്ട് ഞാൻ ആദ്യം ഇത് വാങ്ങിയത് ചോട്ടൂന് വേണ്ടിയിട്ട് ഇത് ഞാൻ വാങ്ങിയത്. കാരണം ഇത് ഓയിലി സ്കിന്ന് നല്ലതെന്നൊക്കെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ട് ഞാൻ അങ്ങനെ അവന് വാങ്ങി ഈ ഒരു സാധനം. പക്ഷെ അവന് നല്ല പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിന്നാണല്ലോ, നല്ല ഓയിലിയാണ്. പക്ഷെ അവൻ ഇത് കൂടുതൽ ഓയിലാക്കുന്ന പോലെ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് അവൻ എനിക്ക് തന്നപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കി. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവന് ഭയങ്കര ഓയിലി ആക്കുന്നു. അപ്പം ഇത് എനിക്ക് അടിപൊളിയാണ്, യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇതെന്റെ ഒരു 4ാമത്തെ ബോട്ടിലാണ്. ഇത് അടിപൊളിയാണ് ഈ ഒരു സൺസ്ക്രീൻ. ഇതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട്. അപ്പം വേറെ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഇപ്പം എനിക്ക് ഡ്രൈ സ്കിന്നിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മെയിനായിട്ടും. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ ഇപ്പം എടുക്കുന്നൊരു ഉച്ച സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. രാവിലെ ഞാൻ സ്കിൻ കെയർ ചെയ്തായിരുന്നു, അതെല്ലാം കഴുകി കളഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ഇപ്പം സ്കിൻ കെയറിലൂടെ വാരി വലിച്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ. ഓക്കെ ഗൈസ്, ഇനി ഇത്രയൊക്കെ ഉള്ളൂ സ്കിൻ കെയറിൽ ഞാൻ ചെയ്യുന്നത്. അല്ലാതെ സിറംസ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇതായിട്ട് വരും. ആദ്യം ചെയ്യുമ്പം അത്ര നന്നായിട്ട് നമുക്ക് തോന്നത്തില്ല, എന്തോ മുഖത്ത് വാരി ഇട്ടതുപോലെ തോന്നത്തുള്ളൂ. പിന്നീട് ഇതായിട്ട് നമ്മൾ സെറ്റായി പൊരുത്തപ്പെട്ട് വരുമ്പം അടിപൊളിയായിട്ട് തോന്നും. പിന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് തന്നെ കിട്ടും സ്കിന്ന്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യണം. 1-2 ദിവസം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിയർ സ്കിന്ന് കിട്ടത്തില്ല. പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലിയർ സ്കിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ കുറെ ലിപ് ബാം കാര്യങ്ങൾ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ തന്നെ ഇതുപോലെ ചെറിയ നെയ്പ്പെട്ടിയുണ്ട്. ഈ നെയ്പ്പെട്ടിയിലെ നെയ്യാണ് ഞാൻ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത്. അതല്ല കോളേജിലൊക്കെ പോകുമ്പം പുറത്ത് പോകുമ്പോൾ ഞാൻ അല്ലാതെ എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടാ പോകുന്നത്. പക്ഷെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴും നൈറ്റും മോർണിംഗും എല്ലാം ഞാൻ ഇടുന്നത് ഈ ഒരു നെയ്യാണ്. നെയ്യ് അങ്ങനെ നെയ്ക്ക് ബ്രാൻഡൊന്നും ഇല്ലല്ലോ. ഏത് മിൽമയുടെ ഏതിൻ്റെ ആണെങ്കിലും നിങ്ങൾ നെയ്യ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് പ്യുവറായിട്ടൊരു സാധനമല്ലേ. നെയ്യായിരിക്കും എപ്പോഴും നമ്മുടെ ലിപ്സിന്. ഇന്നലെ ലൈവ് വന്നപ്പോഴാന്ന് തോന്നുന്നു ഇങ്ങനെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറാൻ എന്ത് ചെയ്യണമെന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ കൂടുതലും ലിപ്സ്റ്റിക്ക് നമ്മൾ അധികം ഇടുന്നതും പ്രശ്നമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ലിപ്സ്റ്റിക് ഇടാതെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലിപ്പിന് കുറച്ചുകൂടെ കെയർ കൊടുക്കണം. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ലിപ് ബാം ഒക്കെ ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. കൂടുതൽ നിങ്ങൾ നെയ്യിലേക്ക് മാറുക. നെയ്യ് യൂസ് ചെയ്യുക, നല്ലതായിരിക്കും. ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ലിപ്പെല്ലാം മാറും. എനിക്കും നല്ല ഡ്രൈ ലിപ്പായിരുന്നു. ഞാൻ ഇപ്പം മോർണിംഗും രാത്രി എപ്പോഴും ഇത് വെച്ച് ഇങ്ങനെ തൊട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇതെൻ്റെ റൂമിൽ ഞാൻ വെച്ചേക്ക് ഈ ഒരു നെയ്പ്പെട്ടി എപ്പോഴും ഇങ്ങനെ തൊട്ടിരിക്കും. അതപ്പം പെട്ടെന്ന് ഡ്രൈ ആവത്തില്ല. പിന്നെ ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും എല്ലാം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യും. അത് പഞ്ചസാര കാപ്പിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലിപ്പിലിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ.
അതും വീക്കിലി വണ്ണേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. മെയിനായിട്ട് ഞാൻ നെയ്യാണ് ഇടുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ലിപ് ബാമിന് പകരമുള്ള, ഇതാണ് എൻ്റെ ലിപ് ബാം. ഓക്കെ, ഇനി വേറെ എന്താ? അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് 3 ചെയ്യത്തുള്ളൂ ഞാൻ. അങ്ങനെ അധികം ഞാൻ മേക്കപ്പ് ചെയ്തില്ല. പിന്നെ ഒന്ന് ലിപ്സ്റ്റിക് ഇടും, ഐലൈനർ എഴുതും, അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ ആയിട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ അതൊക്കെ ഇട്ട് ഇച്ചിരി ഐഷാഡോ ഒക്കെ ഇട്ട് ഒന്ന് പരത്തി അടിച്ച് മുഖമൊക്കെ അങ്ങനെയൊക്കെ ഒരുങ്ങും. അല്ലാതെ സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്ന സമയത്തും അല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോഴായാലും അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിലും ജസ്റ്റ് ഞാൻ സ്കിൻ കെയർ ചെയ്യും. പിന്നെ ഐബ്രോ ഒന്ന് എഴുതും, ഐലൈനർ എഴുതും, ലിപ്സ്റ്റിക് ഇടും, അത്രേ ചെയ്യത്തുള്ളൂ. അത് ഇവിടെ അടുത്തും എല്ലാം പുറത്തു പോവാണെങ്കിൽ മാത്രം, അതായത് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഹെവി ആയിട്ട് മേക്കപ്പും കാര്യങ്ങളും എടുത്തോളൂ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ. ഞാൻ ഇതൊക്കെ തന്നെ എൻ്റെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ മോർണിംഗ് റൊട്ടീൻ ഇട്ടപ്പം അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ലൈവിൽ വന്ന് കുറെ ആൾക്കാർ സ്കിന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ സ്കിൻ ഇങ്ങനെ ഗ്ലോ ആയിരിക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുക. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഒരു ടോണറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം മതി, സെറ്റ് ആവും. പിന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ലിപ് ഷെയ്ഡ് ഏതാണ്. ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ഇത് ഞാൻ നെയ്യ് ഇട്ട് വെച്ചേക്കുവാണ്. എൻ്റെ ലിപ് ഷെയ്ഡ് ഏതാണ്? ഇത് ഫേസ് സ്കാനഡയുടെ, ഞാൻ PR ചെയ്ത് കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഫേസ് സ്കാനഡയുടെ ഒരു കംഫി വൗ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണിത്. ഇത് ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ് ഗൈസ്. ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിക്കാം. ഇതാണ് ഇതിന്റെ കളർ വരുന്നത്. ഫോണിൽ എങ്ങനെ വരുന്നത് എനിക്ക് അറിയത്തില്ല. ഒരു ബ്രൗൺ കളറാണിത്. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബ്രൗൺ ഷെയ്ഡുകൾ, എനിക്ക് കൂടുതലും ബ്രൗൺ ഷെയ്ഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് മാത്രമേ എടുത്തോളാം. ഇപ്പം ഞാൻ ഒരു ലിപ് ലൈനർ വാങ്ങിയിട്ടുണ്ട്, ഒരു മാഴ്സിന്റെ ലിപ് ലൈനർ. അത് എടുത്തോണ്ട് വന്നൊന്നല്ലേ പറ്റത്തുള്ളൂ. ഒരു മാഴ്സിന്റെ ലിപ് ലൈനർ. ആ ലിപ് ലൈനർ വരച്ചിട്ട് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് പെയർ ചെയ്യുമ്പോൾ സൂപ്പർ ആയിരിക്കും. അപ്പോൾ എൻ്റെ 2 ലിപ്സ്റ്റിക്ക്, ഞാൻ യൂസ് ചെയ്യുന്ന 2 ലിപ്സ്റ്റിക്ക്, ഒന്ന് ഫേസ് സ്കാനറുടെ ഈ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കും, കോക്കോ ക്രഷ് ആണ് ഷെയ്ഡ്. പിന്നെ വേറെ ഈ ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക്ക്, ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഞാനിത് ചുമ്മാ ഇതിന്റെ ഈ ഒരു കുഞ്ഞായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. ഇതൊരു എന്താ പറയാ, ഇത് ഷെയ്ഡ് വന്നിട്ട് ഇപ്പൊ പറയാവേ, കാരമൽ ഡിപ്പാണ് ഇതിന്റെ ഷെയ്ഡ്. ഇതിന്റെ പേര് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തേക്ക്. ഇതിന്റെ പേര് എനിക്കല്ലാതെ എനിക്കറിയത്തില്ല ഇതിന്റെ പേരെന്താണ്. പക്ഷെ ഈ ഒരു ലിപ്സ്റ്റിക് അടിപൊളിയാണ് ഗൈസ്, രക്ഷയില്ല. ഞാൻ കാണിക്കാം. ഇതിന്റെ വന്നിട്ട് അയ്യോ, ഇതുണ്ട്, ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഞാൻ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ 2 ലിപ്സ്റ്റിക്കുകള്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻസ്. പിന്നെ പിമ്പിൾസ് പിമ്പിൾസ് പോകാൻ വേണ്ടിട്ട് എന്തോ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റീം ചെയ്യുക, ആവി പിടിക്കുക. നല്ല രീതിക്ക് ആവി പിടിക്കുക മുഖത്ത്, പകുതി നിങ്ങളുടെ മൂക്കുരു പോവും. ഓക്കെ, നന്നായിട്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇടുക. നെക്സ്റ്റ് എന്ത് വീഡിയോ വേണമെന്നും കൂടെ ഈ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ചോട്ടു ബാ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ആ വാടാ, കഴിഞ്ഞ് നീ വാ. ആ വാടാ. അപ്പൊ എല്ലാവർക്കും ഇവളുടെ സ്കിൻ കെയർ എന്താന്ന് മനസ്സിലായി കാണും. ഓക്കെ, അപ്പൊ എല്ലാരും ഇതൊക്കെയാണ് ട്രൈ ചെയ്യുന്നില്ലേ? ഇതൊക്കെ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ, നെക്സ്റ്റ് വീഡിയോയില് എന്താ ചെയ്യണ്ടേന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക, നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഫേസ് പാക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെന്ത് ആവും, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരല്ലേ നമുക്ക്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ എന്താ? ഓക്കെ,
നമുക്കപ്പം അടുത്ത വീഡിയോ എന്ത് വേണമെന്നുള്ളത് കമന്റിൽ പറയാം. ഓക്കെ, ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം. See you. Bye bye.